എൻ്റെ ഈ ഒരു കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട. കാരണം എണീറ്റ് ഒരു 1-1.5 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ കുളി നനൊന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മൾ വാക്കിങ്ങിന് വന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ നനച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു വർക്കൗട്ട് ചെറുതായിട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത് കേട്ടോ. വർക്കൗട്ട് ഞാൻ ഇപ്പോഴും മുടക്കാറില്ല, ചെയ്യാറുണ്ട്. അയ്യോ മഴ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നടക്കാൻ വന്നേക്കാം കേട്ടോ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ നടക്കാറുണ്ട്. കഴിഞ്ഞ വീക്കൊന്നും നടന്നില്ല, കാരണം ഇവിടെ നല്ല ഹോളിഡേ ആയിരുന്നു പെരുന്നാളിൻ്റെ. അപ്പോൾ നടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് ഇട്ട് ഞാൻ ഇന്ന് നടക്കുന്നത്. ഇന്നലേക്ക് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴ, പെരുമഴ. ഇപ്പോൾ സമയം ഏകദേശം 8:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നോർമലി നല്ല വെയിലാണ് വരാറ്. പക്ഷെ മഴ ഉള്ളതുകൊണ്ട് ചെറിയ മഴക്കാരുണ്ട്, അതുകൊണ്ട് അത്ര വെയിൽ ഇല്ല. അതാണ് ഞാൻ നടക്കാൻ ഇറങ്ങിയത് തന്നെ ഇന്ന്. ഒത്തിരി ലെങ്തിയുള്ള വീഡിയോ ഒന്നും ആയിരിക്കില്ല. ഇതന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ചിലപ്പോൾ 5 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ ആവാനാണ് ചാൻസ്, എനിക്കറിയില്ല. പിന്നെ ഞാൻ അധികം ഒന്നും നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തല്ലോ, അപ്പോൾ പിന്നെ അധികം നടക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ സമയം കുറച്ചായി, ഒരു 8:30 ആയി. നമ്മൾ മോർണിംഗ് വാക്ക് ചെയ്യുമ്പോഴായാലും മോർണിംഗ് എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും 8-9 മണിക്കുള്ളിൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പോളിസി. അത് കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല വെയിലാവും. നല്ല വെയിലായി തുടങ്ങി, ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, കുറേ നാളെ ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടോന്ന് അറിയില്ല. എൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരുപാട് മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. മേക്കപ്പ് ചെയ്യും, പക്ഷേ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുക, പിന്നെ ആ മേക്കപ്പ് കളയാൻ എന്തൊരു പാടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള തോട്ട്സാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ നടക്കാൻ പോയതുകൊണ്ടും മാത്രമല്ല, സാധാരണ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാലും മനസ്സിലാവും വലിയൊന്നുമില്ല അങ്ങനെ. പിന്നെ ഇപ്പം നല്ല കാറ്റ് വന്നു തുടങ്ങി, ചെറുതായിട്ട് വെയിലുണ്ട്. അതാണ് എനിക്ക് കണ്ണിങ്ങനെ ഞാനിങ്ങനെ കണ്ണടച്ചു വരുന്നത്. ഇവിടുത്തെ കാർമേഘങ്ങൾ നോക്കി എന്തൊരു രസം കാണാനായിട്ട്. അത് ക്യാമറയുടെ കൂടെ ആട്ടോ, നേരിട്ട് കാണാൻ ഇത്രയ്ക്കൊരു ഇതില്ല, പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ കുറേ അറബിക് സ്കൂളുണ്ട് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഇങ്ങനെ സ്കൂൾ ബസ് എന്നും രാവിലെ ഞാൻ നടക്കാൻ മുമ്പ് കാണാം, കുറേ സ്കൂൾ ബസ് ഇങ്ങനെ പോകണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന സ്കൂൾ ബസ്സും, ഞാൻ സൈക്കിളുമാണ് പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പിള്ളേർ പോണതും, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ബസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് ടാറ്റ തരുന്നതും, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വരാറുണ്ട് കേട്ടോ. സൂര്യൻ ഇവിടെ എവിടെയോ ആണ്, കാരണം എനിക്കൊന്നും കാണില്ല. ഇപ്പം നല്ല വെയിലായി തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ എൻ്റെ റൂമിലോട്ട് പോവാണ്. പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതൊന്നും കാണില്ല, എനിക്ക് സ്ക്രീനിക്ക് കാണണേ ഇല്ല. സ്കൂളിനകത്തൊന്നും ഇവിടെ തിരക്കുമില്ല. ഞാൻ പാമ്പാന്ന് വിചാരിച്ചു പെട്ടെന്ന്.
ഇപ്പം ഞാൻ എൻ്റെ റൂമിലേക്ക് കടക്കാണ് കേട്ടോ. ഇവിടെ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കണില്ല, കാരണം കുറേ പേര് ചിലപ്പോൾ ഉറങ്ങായിരിക്കും, കുറേ പേര് ചിലപ്പോൾ വേറെ വല്ല തിരക്കിലായിരിക്കും. ഇതിൻ്റെ നിറച്ച് ഫാമിലീസാണ്. അപ്പം ഞാൻ വേറെ വീഡിയോ ഇട്ട് പിന്നെ വരാം. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് നന്ദി. ഞാൻ പോവാണ്. ബൈ ബൈ.